കേരളത്തിലെ പാലക്കാട്, ആലപ്പുഴ തുടങ്ങിയ പല ജില്ലകളുടെയും പല പ്രദേശങ്ങളിൽ ഫ്ലൂറൈഡിൻ്റെ അമിത സാന്നിധ്യമുള്ള പാറകളും മണ്ണും ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഉറവകൾക്ക് അതിലെ ജലത്തിനും ഫ്ലൂറൈഡിൻ്റെ സാന്നിധ്യം പെർമിസിബിൾ ലിമിറ്റിന് മുകളിലുള്ളതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഫ്ലൂറൈഡിൻ്റെ പ്രധാന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് കാൽഷ്യത്തോട് പ്രത്യേക ഒരു ആകർഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലൂറൈഡിൻ്റെ അമിത സാന്നിധ്യം ജലത്തിലുണ്ടെങ്കിൽ അത്തരം ജലം നിരന്തരമായി ഉപയോഗിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ എവിടേക്കാണോ കാൽഷ്യം ഉള്ളത് അവിടെ നിന്ന് ആ കാൽഷ്യത്തെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഫ്ലൂറൈഡിനുണ്ട്. പ്രത്യേകിച്ച് എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ പ്രദേശങ്ങളിലെ കാൽഷ്യം ഇത് റീപ്ലേസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലുകളുടെ ബലക്ഷയം ഉണ്ടാകുന്നതിനും പല്ലുകൾക്ക് ക്ഷയം സംഭവിക്കുന്നതിനും കാരണമാകുന്നു. ഫ്ലൂറൈഡിൻ്റെ ഇത്തരത്തിലുള്ള സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ഫ്ലൂറോസിസ് എന്ന് പറയുന്ന രോഗം. കുടിവെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ അംശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ സിമ്പിളായ ഒരു ടെസ്റ്റ് വഴി നമുക്ക് കണ്ടെത്താം. ഫ്ലൂറൈഡ് എന്ന വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് പാരാമീറ്റർ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് കിറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പരിചയപ്പെടാം. ഇതിനായി ഈ കിറ്റിൽ ഒരു ടെസ്റ്റ് ട്യൂബ്, ഒരു മെഷറിംഗ് സിലിണ്ടർ, ഫ്ലൂറൈഡ് റിയേജൻ F1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന റിയേജൻ ഇത്രയുമാണ് നൽകിയിട്ടുള്ളത്. ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായി ടെസ്റ്റ് ട്യൂബും മെഷറിംഗ് സിലിണ്ടറും ശുദ്ധമായ ജലത്തിൽ കഴുകി വൃത്തിയാക്കുക. ഇതിനുശേഷം ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പിൾ മിക്സ് ചെയ്യുക. അതുപയോഗിച്ച് ടെസ്റ്റ് ട്യൂബും മെഷറിംഗ് സിലിണ്ടറും റിൻസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആദ്യം മെഷറിംഗ് സിലിണ്ടർ സാമ്പിൾ ഉപയോഗിച്ച് റിൻസ് ചെയ്യുക. അടുത്തതായി ടെസ്റ്റ് ട്യൂബ് സാമ്പിൾ ഉപയോഗിച്ച് റിൻസ് ചെയ്യുക. ഈ ടെസ്റ്റ് ചെയ്യേണ്ടതിനായി 5 ml സാമ്പിളാണ് ആവശ്യം. മെഷറിംഗ് സിലിണ്ടറിൽ 5 ml സാമ്പിൾ മെഷർ ചെയ്ത് എടുക്കുക. സാമ്പിൾ മെഷർ ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുഴിയുള്ള ഭാഗം മെഷറിംഗ് സിലിണ്ടറിൻ്റെ 5 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന അതേ വരയുടെ ലെവലിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം സാമ്പിൾ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. അടുത്തതായി F1 എന്ന് പറയുന്ന റിയേജൻ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. റിയേജൻ ബോട്ടിൽ മിക്സ് ചെയ്തതിന് ശേഷം 5 തുള്ളി ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. ടെസ്റ്റ് ട്യൂബ് നന്നായി മിക്സ് ചെയ്യുക. സാമ്പിൾ മിക്സ് ചെയ്തതിന് ശേഷം സാമ്പിളിന് ഒരു കളർ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് കാണാം. ടെസ്റ്റിംഗ് കിറ്റിൽ കളർ ചാർട്ട് ഫ്ലൂറൈഡിന് വേണ്ടിയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുമായി താരതമ്യം ചെയ്താൽ നിങ്ങളുടെ വെള്ളത്തിൻ്റെ ഫ്ലൂറൈഡിൻ്റെ വാല്യൂ ഇൻ മില്ലിഗ്രാംസ് പെർ ലിറ്ററിൽ എത്രയാണെന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ജലത്തിൽ ഫ്ലൂറൈഡിൻ്റെ അംശം 1 മില്ലിഗ്രാം പെർ ലിറ്റർ മുതൽ 1.5 മില്ലിഗ്രാം പെർ ലിറ്റർ വരെ ആവാവുന്നതാണ്. അതിന് താഴേക്ക് പോയാലോ അതിന് മുകളിലേക്ക് പോയാലോ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അമിതമായ ഫ്ലൂറൈഡിൻ്റെ അംശം കുറയ്ക്കുന്നതിന് കുമ്മായം ജലത്തിലേക്ക് കലർത്തി കൊടുത്താൽ അമിതമായ ഫ്ലൂറൈഡിൻ്റെ അംശത്തിനെ നമുക്ക് സെറ്റിൽ ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ വളരെ ശാസ്ത്രീയമായി റിവേഴ്സ് ഓസ്മോസിസ് മുതലായ സാങ്കേതിക വിദ്യകളിലൂടെയും നമുക്ക് ജലത്തെ ശുദ്ധീകരിച്ച് ഫ്ലൂറൈഡ് മാറ്റാവുന്നതാണ്.